ഹായ് അമീഗോസ്, ഇന്ന് നമ്മളൊരു റൈഡിംഗ് ഗിയറിൻ്റെ അൺബോക്സിംഗ് റിവ്യൂ ആയിട്ടാണ് വന്നിട്ടുള്ളത്. മോട്ടോർ സൈക്കിൾ റൈഡിങ്ങിലേക്ക് വരുമ്പം പൊതുവെ നമ്മൾ ജാക്കറ്റ്സ് പെട്ടെന്ന് പർച്ചേസ് ചെയ്ത് യൂസ് ചെയ്യാറുണ്ടെങ്കിലും റൈഡിംഗ് പാൻസ് പൊതുവെ ഒരു സെക്കൻഡ് ഓപ്ഷൻ ആക്കി വെക്കാറാണ് പതിവ്. അതിന് പകരം നമ്മൾ യൂഷ്വലി വിയർ ചെയ്യുന്ന ജീൻസാണ് പൊതുവെ യൂസ് ചെയ്യാറ്. പക്ഷേ ഒരു പ്രോപ്പർ റൈഡിംഗ് ഗിയർ എപ്പോഴും ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ്. സോ ഇന്ന് നമ്മുടെ കയ്യിലുള്ളത് സ്കിമിതാറിൻ്റെ ജുപ്പിറ്റർ എന്ന് പറഞ്ഞിട്ടുള്ള ലെവൽ 2 പ്രൊട്ടക്ഷനോട് കൂടിയിട്ട് വരുന്നൊരു റൈഡിംഗ് പാൻ്റാണ്. സോ ലെറ്റ്സ് നോ മോർ അബൌട്ട് ഇറ്റ്. ഇറ്റ്സ് മീ Rango. Welcome back. Scimitar Jupiter Level 2 Riding Pants. It's designed for heavy duty performance and comfort. ഈ ഒരു റൈഡിംഗ് പാൻറ്റിൻ്റെ കൂടെ ഒരു ചെറിയ പൗച്ചിലായിട്ട് എക്സ്റ്റേണൽ റെയിൻ ലൈനർ കൂടെ അവർ കൊടുത്തിട്ടുണ്ട്. ഈ ഒരു റൈഡിംഗ് പാൻറ്റ് വളരെ വേഴ്സറ്റൈലായി നമുക്ക് യൂസ് ചെയ്യാൻ പറ്റുന്ന രീതിയിലാണ് കൺസ്ട്രക്ട് ചെയ്തിട്ടുള്ളത്. അതായത് നമുക്ക് അത്യാവശ്യം ടൂർ ചെയ്യാനും അഡ്വഞ്ചർ റൈഡ്സിനും അതുപോലെ ഡെയിലി യൂസിനും നമ്മുടെ എല്ലാ റൈഡിംഗ് സ്റ്റൈലായിട്ടും ഈസിലി അഡാപ്റ്റ് ചെയ്യാൻ പറ്റുന്ന രീതിയിലാണ് ഈ ഒരു റൈഡിംഗ് പാൻറ്റ് ഡിസൈൻ ചെയ്തിട്ടുള്ളത്. മാക്സിമം അബ്രാഷൻ റെസിസ്റ്റൻസ് കിട്ടാൻ വേണ്ടിയിട്ട് ഹെവി ഡ്യൂട്ടി ബലിസ്റ്റിക് 600D ഡുറാക്കോർ ഫാബ്രിക് കൊണ്ടാണ് ഈ ഒരു റൈഡിംഗ് പാൻറ്റിൻ്റെ മെജോറിറ്റി പോർഷൻസും ബിൽഡ് ചെയ്തിട്ടുള്ളത്. മെയിനായിട്ട് ഇമ്പാക്റ്റ് വരാൻ സാധ്യതയുള്ള എല്ലാ ഭാഗങ്ങളും ഈ ഒരു ഫാബ്രിക് കൊണ്ടാണ് അവർ കവർ ചെയ്തിട്ടുള്ളത്. ബാക്കി വരുന്ന ഇമ്പാക്റ്റ് പ്രോബബിലിറ്റി വളരെ കുറവുള്ള ഭാഗങ്ങളിലാണ് കംഫർട്ടിന് വേണ്ടിയിട്ടുള്ള മെറ്റീരിയൽസ് യൂസ് ചെയ്തിട്ടുള്ളത്. നീ പോർഷൻ്റെ തൊട്ട് താഴെയായിട്ടും അതുപോലെ തന്നെ തൈയുടെ ഫ്രണ്ട് റീജിയനിലും ബാക്ക് റീജിയനിലൊക്കെ ചെറിയ എയറോമെഷ് ഫാബ്രിക് കൊടുത്തത് നമുക്ക് കാണാൻ പറ്റും. ലോങ് റൈഡ്സൊക്കെ പോകുമ്പം പ്രോപ്പർ വെൻറ്റിലേഷനും ആ ഒരു കംഫർട്ടൊക്കെ കിട്ടാൻ വേണ്ടിയിട്ടാണ് ഇതുപോലുള്ള എയറോമെഷ് ഫാബ്രിക് കൊടുത്തിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ ഈ ഒരു റൈഡിംഗ് പാൻറ്റ് നല്ല രീതിയിൽ ബ്രീത്തബിൾ ആണ് എന്ന് നമുക്ക് പറയാൻ പറ്റും. അതുപോലെ എൻജിന്ന് നമ്മുടെ ലെഗിലേക്ക് ഹീറ്റ് വരുന്ന ആംഗിളിൻ്റെ ഇന്നർ റീജിയണ്, ആ ഒരു റീജിയനിലെല്ലാം തന്നെ ഹീറ്റ് ഷീൽഡിൻ്റെ ഒരു മെറ്റീരിയൽ പാച്ചും അവർ ഈ ഒരു റൈഡിംഗ് പാൻസിൽ പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. അതുപോലെ തന്നെ നീയുടെ ബിഹൈൻഡ് റീജിയനിൽ ചെറിയൊരു ലൈക്ര പാച്ചും അവർ കൊടുത്തിട്ടുണ്ട്. ആ ഒരു നീ മൂവ്മെൻറ്റിലൊക്കെ കുറച്ചും കൂടെ ബെറ്റർ കംഫർട്ട് കിട്ടാൻ വേണ്ടിയിട്ടാണ് ആ ഒരു ചെറിയ പോർഷൻസിൽ അവർ ലൈക്രയുടെ മെറ്റീരിയൽ യൂസ് ചെയ്തിട്ടുള്ളത്. അങ്ങനെ നമ്മളൊരു ഓവറാൾ ലുക്ക് നോക്കുമ്പോൾ ദിസ് റൈഡിംഗ് പാൻസ് ഓഫർ ആൻ അനാട്ടോമിക്കലി ഡിസൈൻഡ് ഫിറ്റ് പ്രൊഫൈൽ എൻഷുറിങ് ബോത്ത് കംഫർട്ട് ആൻഡ് പ്രൊട്ടക്ഷൻ. ഇതാണ് ഈ ഒരു റൈഡിംഗ് പാൻറ്റിൻ്റെ ടോട്ടൽ ഫ്രണ്ട് ലുക്ക് വരുന്നത്. ഞാൻ നേരത്തെ പറഞ്ഞ മെറ്റീരിയൽസൊക്കെ എവിടെയൊക്കെയാണ് അറേഞ്ച് ചെയ്തിട്ടുള്ളത് നിങ്ങൾക്ക് മനസ്സിലാക്കാൻ പറ്റും. ഫ്രണ്ട് ആയാലും ബാക്ക് ആയാലും കംപ്ലീറ്റ് ഒരു ബ്ലാക്ക് ഷെയ്ഡിലാണ് ഈ ഒരു റൈഡിംഗ് പാൻസ് കൺസ്ട്രക്ട് ചെയ്തിട്ടുള്ളത്. ഇനി ഈ ഒരു റൈഡിംഗ് പാൻറ്റിൽ വന്നിട്ടുള്ള ഫീച്ചേഴ്സിലേക്ക് നോക്കാം. ആദ്യം തന്നെ ഹിപ്പ് റീജിയനിൽ റൈറ്റ് സൈഡിലായിട്ട് ഒരു കീ ഹോൾഡർ വരുന്നുണ്ട്. വേസ്റ്റ് റീജിയനിൽ ബെറ്റർ അഡ്ജസ്റ്റബിലിറ്റിക്കും അതുപോലെ തന്നെ ഒരു പെർഫെക്റ്റ് ഫിറ്റൊക്കെ നൽകാൻ വേണ്ടിയിട്ട് അത്യാവശ്യം സൈസുള്ള 2 വെൽക്രോ സ്ട്രാപ്പുകൾ 2 സൈഡിലായിട്ട് കൊടുത്തിട്ടുണ്ട്. നമ്മുടെ ബെൽറ്റൊക്കെ യൂസ് ചെയ്യുന്നതിന് പകരമായിട്ട് യൂസ് ചെയ്യാൻ പറ്റുന്ന രീതിയിലാണ് ഈ ഒരു 2 സ്ട്രാപ്പും അവർ കൊടുത്തിട്ടുള്ളത്. അത് ഭയങ്കര ഈസി ആയിട്ട് നമുക്ക് ഓപ്പറേറ്റ് ചെയ്യാനും പറ്റുന്നുണ്ട്. ഈ ഒരു സ്ട്രാപ്പിൻ്റെ അഡ്ജസ്റ്റബിലിറ്റിയെ സപ്പോർട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് ചെറിയൊരു ഇലാസ്റ്റിക് പാനൽ 2 സൈഡിലായിട്ടും കൊടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ വേസ്റ്റിൻ്റെ ഫ്രണ്ട് റീജിയനിലായിട്ട് റൈഡിംഗ് ജാക്കറ്റിലേക്ക് കണക്ട് ചെയ്യാനും അതുപോലെ തന്നെ ഷോൾഡർ സ്ട്രാപ്സ് ഒക്കെ യൂസ് ചെയ്യുന്നുണ്ടെങ്കിൽ അത് കണക്ട് ചെയ്യാനൊക്കെ വേണ്ടിയിട്ടുള്ള 2 പ്രൊവിഷൻസും ഈ ഒരു വേസ്റ്റിൻ്റെ ഫ്രണ്ടിലായിട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി ഈ ഒരു റൈഡിംഗ് പാൻറ്റിൻ്റെ ഓപ്പണിംഗ് സെഷൻസിലേക്ക് നോക്കുകയാണെങ്കിൽ 2 ബട്ടൺസ് കൊടുത്തിട്ടുണ്ട്. ഒരു ഹുക്ക് ബട്ടണും അതുപോലെ തന്നെ ഒരു പ്രസ് ബട്ടണും. പിന്നെ സിപ്പറിൻ്റെ റീജിയനിൽ സിപ്പർ കൂടാതെ ഒരു വെൽക്രോയുടെ ഒരു ഫാസ്റ്റനേഴ്സും കൊടുത്തിട്ടുണ്ട്. പിന്നെ സിപ്പർ ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ കംപ്ലീറ്റ് ഓപ്പണിംഗ് അല്ല, അവിടെയും ഒരു ചെറിയ കവറിങ് കൊടുത്തിട്ടുണ്ട്.
ഈ ഒരു ഭാഗമെല്ലാം തന്നെ ഭയങ്കര നീറ്റായിട്ട് പെർഫെക്റ്റ് ആയിട്ട് ഡിസൈൻ ചെയ്ത രീതിയിലാണ് അവർ ചെയ്തിട്ടുള്ളത്. ഇനി വേസ്റ്റിൻ്റെ ബാക്ക് റീജിയനിലേക്ക് നോക്കുകയാണെങ്കിൽ റൈഡിങ് ജാക്കറ്റുമായിട്ട് കണക്ട് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഒരു സിപ്പർ പോർഷൻ കൊടുത്തിട്ടുണ്ട്. അതിന് തൊട്ട് താഴെയായിട്ട് ഹിപ്പ് മൂവ്മെന്റിന് ആ ഒരു കംഫർട്ട് ഇടാൻ വേണ്ടിയിട്ട് അത്യാവശ്യം വലിയ അക്കോർഡിയൻ സ്ട്രെച്ച് പാനൽസ് കൊടുത്തിട്ടുണ്ട്. നീയുടെ തൊട്ട് മുകളിലായിട്ടും ഇതുപോലുള്ള അക്കോർഡിയൻ സ്ട്രെച്ച് പാനൽ അവർ ഈ ഒരു റൈഡിംഗ് പാൻറ്റിൽ കൊടുത്തിട്ടുണ്ട്. ഇനി ആംഗിൾ റീജിയനിലേക്ക് നോക്കുമ്പോൾ നല്ലൊരു കംഫർട്ടും ബെറ്റർ ഫിറ്റും അതുപോലെ തന്നെ ഈസി ബൂട്ട് ആക്സസ് ഒക്കെ കിട്ടാൻ വേണ്ടിയിട്ട് അഡ്ജസ്റ്റബിൾ വെൽക്രോ സ്ട്രാപ്പും അതുപോലെ തന്നെ സിപ്പറോടും കൂടിയിട്ടുള്ള സ്ലിറ്റ് ആംഗിൾ കപ്സ് ഒക്കെ ഈ ഒരു റൈഡിംഗ് പാൻസിൽ അവർ പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. അത്യാവശ്യം നമ്മുടെ നീ വരെ വരുന്നൊരു സിപ്പറാണ് ഈ ഒരു ഭാഗത്ത് അവർ കൊടുത്തിട്ടുള്ളത്. അതുപോലെ തന്നെ നൈറ്റിലൊക്കെ റൈഡ് ചെയ്യുന്ന ടൈമിൽ ഒരു ബെറ്റർ വിസിബിലിറ്റി കിട്ടാൻ വേണ്ടിയിട്ട് ഈ ഒരു 2 ലെഗിൻ്റെയും താഴ്ഭാഗത്തായിട്ട് റിഫ്ലക്റ്റിംഗ് സ്ട്രിപ്സ് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഈ ഒരു റൈഡിംഗ് ബാൻഡിൻ്റെ ഇൻറ്റീരിയർ ഡിസൈൻസ് നോക്കാം. കോൾഡ് റീജിയൻസിലും അതുപോലെ ലഡാക്ക് പോലെയുള്ള ഹൈ ആൾട്ടിറ്റ്യൂഡ് റീജിയൻസിലൊക്കെ നമ്മൾ റൈഡ് ചെയ്യുമ്പം ആ ഒരു വെതർ പ്രൊട്ടക്ഷൻ കിട്ടാൻ വേണ്ടിയിട്ട് ഡിറ്റാച്ചബിൾ ആയിട്ടുള്ള തെർമൽ ലൈനേഴ്സ് ഈ ഒരു റൈഡിംഗ് പാൻസിൻ്റെ കൂടെ വരുന്നുണ്ട്. വേസ്റ്റ് റീജിയനിൽ സിപ്പർ വെച്ച് കണക്ട് ചെയ്യുന്ന രീതിയിൽ ഭയങ്കര ഈസി ആയിട്ട് നമുക്ക് റിമൂവ് ചെയ്യാൻ പറ്റുന്ന ഒരു ഡിസൈനിലാണ് അവർ ഈ ഒരു തെർമൽ ലൈനർ എക്യുപ്പ് ചെയ്തിട്ടുള്ളത്. ഭയങ്കര ലൈറ്റ് വെയ്റ്റ് ആയതും സ്മൂത്ത് സർഫസോട് കൂടി വരുന്ന ഒരു തെർമൽ ലൈനറാണ് ഈ ഒരു റൈഡിംഗ് പാൻസിൻ്റെ കൂടെ വരുന്നത്. അതുകൊണ്ട് തന്നെ നമുക്ക് വിയർ ചെയ്യുമ്പം നല്ല കംഫർട്ട് കിട്ടുന്ന രീതിയിൽ തന്നെയാണ് ഈ ഒരു സെറ്റപ്പ് എല്ലാം തന്നെ ചെയ്തിട്ടുള്ളത്. ഇനി ഈ ഒരു റൈഡിംഗ് പാൻറ്റിൻ്റെ ഇന്നർ മെഷ് ലൈനേഴ്സ് നോക്കുകയാണെങ്കിൽ അതും ഭയങ്കര സ്മൂത്ത് ആയിട്ടുള്ള നല്ല കംഫർട്ട് കിട്ടുന്ന രീതിയിലുള്ള ഒരു ലൈനറാണ് അവർ ഈ ഒരു റൈഡിംഗ് പാൻസിൻ്റെ ഉള്ളിൽ സെറ്റ് ചെയ്തിട്ടുള്ളത്. ഇനി ഈ ഒരു റൈഡിംഗ് പാൻസിൽ വന്നിട്ടുള്ള ഇമ്പാക്ട് പ്രൊട്ടക്ഷൻ മെഷേഴ്സ് നമുക്ക് നോക്കാം. ആദ്യം തന്നെ ഹിപ്പ് റീജിയനിൽ നോക്കുകയാണെങ്കിൽ ഡുവൽ ഡെൻസിറ്റി കോണ്ടോർ ആർമർ ഇൻസേർട്സ് ആണ് ഈ ഒരു ഹിപ്പ് റീജിയനിൽ കൊടുത്തിട്ടുള്ളത്. CE റേറ്റിംഗ് ഒന്നുമില്ല. ഈ ഒരു ഇൻസേർട്ട് അത്ര ഒരു ബെറ്റർ പ്രൊട്ടക്ഷൻ കിട്ടുന്ന രീതിയിലൊന്നുമല്ല. അതുമാത്രമല്ല ഈ ഒരു ആർമർ ഇൻസേർട്ട്സ് ഈ ഒരു പോക്കറ്റിന് കുറച്ച് ചെറുതാണ്. അത്യാവശ്യം നല്ല ലൂസായിട്ടാണ് ഈ ഒരു ആർമർ ഈ ഒരു പോക്കറ്റിൻ്റെ അകത്ത് ഇരിക്കുന്നത്. മാത്രമല്ല ഫ്ലെക്സിബിലിറ്റിയും വളരെ കുറവാണ്. അതുകൊണ്ട് തന്നെ കംഫർട്ട് കാര്യവും അതുപോലെ തന്നെ സേഫ്റ്റിയുടെ കാര്യമൊക്കെ കോംപ്രമൈസ് ചെയ്യുന്ന രീതിയിലാണ് ഈ ഒരു ഹിപ്പ് ആർമർ ഇൻസേർട്ട് അവർ ഈ പാൻസിൽ കൊടുത്തിട്ടുള്ളത്. അപ്പോൾ ഈ ഒരു റൈഡിംഗ് പാൻറ്റ് ബൈ ചെയ്യുന്നവർ കുറച്ചുകൂടെ ബെറ്റർ ആയിട്ടുള്ള ഒരു ഹിപ്പ് ആർമർ എക്സ്ട്രാ ബൈ ചെയ്ത് യൂസ് ചെയ്യുന്നതായിരിക്കും കുറച്ചുകൂടെ ബെറ്റർ എന്നാണ് എനിക്ക് തോന്നുന്നത്. ഇനി നീ ആർമറിലേക്ക് നോക്കുകയാണെങ്കിൽ താഴെന്ന് ആക്സസ് ചെയ്യുന്ന രീതിയിലാണ് നീ ആർമർ അവർ ഈ ഒരു റൈഡിംഗ് പാൻസിൽ സെറ്റ് ചെയ്തിട്ടുള്ളത്. സേഫ് ടെക്കിൻ്റെ CE റേറ്റിങ്ങോട് കൂടിയിട്ടുള്ള ലെവൽ 2 നീ പ്രൊട്ടക്ഷനാണ് ഈ ഒരു റൈഡിംഗ് പാൻസിൽ കൊടുത്തിട്ടുള്ളത്. അത്യാവശ്യം നല്ല രീതിയിലുള്ള ഇമ്പാക്ട് പ്രൊട്ടക്ഷനും നല്ല ഫ്ലെക്സിബിലിറ്റിയും കിട്ടുന്ന രീതിയിലുള്ളൊരു ആർമർ ഇൻസേർട്ട് തന്നെയാണ്. അതുകൊണ്ട് നീയുടെ കാര്യത്തിൽ ഈ ഒരു ഇമ്പാക്ട് പ്രൊട്ടക്ഷൻ ഭയങ്കര പെർഫെക്റ്റ് ആണ്. അതുമാത്രമല്ല നമ്മുടെ റൈഡറുടെ ആ ഒരു ബോഡി മെഷർമെൻറ്റിനനുസരിച്ച് നീയുടെ പോർഷൻസ് പെർഫെക്റ്റ് ആയിട്ട് അലൈൻ ചെയ്ത് വെക്കാൻ വേണ്ടിയിട്ടുള്ള അഡ്ജസ്റ്റബിൾ വെൽക്രോ ഫാസ്റ്റനേഴ്സും ഈ ഒരു ആർമർ ഇൻസേർട്ട്സിൻ്റെ പോക്കറ്റ്സിൽ അവർ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ കറക്റ്റ് പൊസിഷൻ അനുസരിച്ച് അലൈൻ ചെയ്തിട്ട് നമുക്ക് സെറ്റ് ചെയ്യാൻ പറ്റും. അതുമാത്രമല്ല നീ മൂവ്മെൻറ്റ്സ് വരുമ്പം ആർമർ ഇൻസേർട്ട്സിൻ്റെ ഡിസ്കംഫേർട്ട് കിട്ടാതിരിക്കാൻ വേണ്ടിയിട്ട് ചെറിയൊരു കുഷനിങ് പാനലും ഈ ഒരു ആർമർ ഇൻസേർട്ട്സ് പോക്കറ്റിൽ അവർ ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ സ്ട്രെച്ചിങ് പാനൽസിൻ്റെ കൂടെ ഈ ഒരു കുഷനിങ് കൂടെ വരുന്നതുകൊണ്ട് നമ്മൾ വാക്ക് ചെയ്യുമ്പോഴോ അല്ലെങ്കിൽ മോട്ടോർ സൈക്കിളിലെ നീ മൂവ്മെൻറ്റ്സ് ഒക്കെ വരുമ്പോഴൊന്നും ഒരു ഡിസ്കംഫേർട്ട് ഫീൽ ചെയ്യില്ല. ആ രീതിയിലാണ് ഇതെല്ലാം തന്നെ സെറ്റ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ ഇത്രയൊക്കെയാണ് ഈ ഒരു റൈഡിംഗ് പാൻസിനെ കുറിച്ച് പറയാനുള്ളത്. അപ്പോൾ ഈ ഒരു റൈഡിംഗ് പാൻസിനെ കുറിച്ച് എന്തെങ്കിലും ഡൗട്ടോ കാര്യങ്ങളോ ഉണ്ടെങ്കിൽ താഴെ കമൻറ്റ് ചെയ്യുക. ഈ ഒരു സിമിലർ ഡിസൈനിൽ പല ബ്രാൻഡ്സിലും റൈഡിംഗ് പാൻസ് അവൈലബിൾ ആണ്. അപ്പോൾ നിങ്ങളുടെ യൂസ് അനുസരിച്ചും നിങ്ങൾക്ക് അഫോർഡബിൾ ആയിട്ടുള്ള രീതിയിലുള്ള ബ്രാൻഡിൻ്റെ റൈഡിംഗ് പാൻസ് ചൂസ് ചെയ്യുക. ആൻഡ് ഓൾവേസ് വിയർ പ്രോപ്പർ റൈഡിംഗ് ഗിയർ ആൻഡ് റൈഡ് സേഫ്. ഈ ഒരു വീഡിയോ അത്രയ്ക്ക് തന്നെ ഉള്ളൂ. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ഷെയർ ചെയ്യുക. ഇറ്റ്സ് മീ റാങ്കോ സൈനിങ് ഔട്ട്. ബൈ.